أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإذ يتحاجون في النار فيقول الضعفاء للذين استكبروا إنا كنا لكم تبعا فهل أنتم مغنون عنا نصيبا من النار قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരലോക വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ നാം ഏറെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ ഭയാനതകളെ സംബന്ധിച്ചുള്ള വിവരണത്തിലൂടെയാണ് ഏതാനും ക്ലാസുകളിലൂടെയായി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ വിവരണത്തോടുകൂടി അവസാനിക്കും എന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു നരകശിക്ഷയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നരകാഗ്നിയിൽ വെച്ച് നടത്തപ്പെടുന്ന വിവിധ രൂപത്തിലുള്ള ശിക്ഷകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസുകളിലൂടെ നമ്മൾ പറഞ്ഞു വരികയും മനസ്സിലാക്കുകയും ചെയ്തത്. കഠിനകഠോരമായ ശിക്ഷയുടെ വൈവിധ്യമാർന്ന രൂപങ്ങളെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ആത്മഹത്യ ചെയ്തവൻ ശിക്ഷിക്കപ്പെടുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത്. ഇസ്ലാം വളരെ കഠിനമായ പാപമായി പറഞ്ഞതാണ് ആത്മഹത്യ ചെയ്യുക എന്നത്. അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും തവക്കുലും ഇല്ലാത്തവനാണ് ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിലുള്ള തവക്കുൽ ബോധവും അല്ലാഹുവാണ് എന്നിൽ എല്ലാം വിധിക്കുന്നതെന്നും തീരുമാനിക്കുന്നതെന്നുമുള്ള ഖദാ ഖദറിലുള്ള അടിയുറച്ച വിശ്വാസവും മനുഷ്യനെ ആത്മഹത്യ എന്ന് പറയുന്ന മഹാപാതകത്തിൽ നിന്ന് തടയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആത്മഹത്യാ നിരക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവാണ്. അതിന് കാരണം ഈ ഒരർത്ഥത്തിലുള്ള ചിന്ത മനുഷ്യനിൽ ഉണ്ട് എന്നത് തന്നെ ആയിരിക്കാം. സഹോദരന്മാരെ, കഠിനമായ പാപമായി അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്നിട്ടുള്ള മരണത്തിലേക്കുള്ള സ്വയം എടുത്തുചാടൽ, ആത്മഹത്യ, അത് ചെയ്തവന് നരകത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ആരെങ്കിലും തന്റെ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ, ബിഹദീദത്തിൻ, ഇരുമ്പ് കൊണ്ട് ആരെങ്കിലും കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും തന്റെ ജീവൻ കളഞ്ഞാൽ, ഫഹദീദതുഹു ഫീ യദിഹി,
ആ നരകത്തിയിലും അവന്റെ കയ്യിൽ ആ ഇരുമ്പുണ്ട്. നരകത്തിയിലാണ് അവൻ പ്രവേശിപ്പിക്കപ്പെടുന്നത്. ആ നരകത്തിയിലും അവന്റെ കയ്യിൽ ഇരുമ്പുണ്ട്. അവനതാ അവന്റെ വയറ്റിൽ ഇങ്ങനെ ഈ ഇരുമ്പിന്റെ ആയുധം കൊണ്ട് ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കും. നരകത്തിൽ അവന് കൊടുക്കുന്ന ശിക്ഷയാണ്, നരകത്തിൽ അവന് നൽകപ്പെടുന്ന ശിക്ഷയാണ് ഈ പറഞ്ഞത്. കത്തി കൊണ്ട് അതല്ലെങ്കിൽ ആയുധം കൊണ്ട്, ഇരുമ്പിന്റെ ആയുധം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ജീവൻ കളഞ്ഞവൻ നരകത്തിയിലും അതേ രൂപത്തിൽ അവൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ, ശാശ്വതമായി. അവൻ അതന്നെ ശിക്ഷ, നരകം തന്നെ ഒരു ശിക്ഷയാണ്. അതിന്റെ പുറമെ എങ്ങനെയാണോ അവൻ ജീവൻ കളഞ്ഞത് അതേ രീതിയിൽ അവൻ ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചിടണോ എങ്കിൽ നരകത്തിയിൽ നരകശിക്ഷയ്ക്ക് പുറമെ അവൻ സ്വയം ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷ. അതാണ് ആത്മഹത്യ ചെയ്തവന് നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെ രീതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും സുമ്മ കഴിച്ചാൽ, വിഷം ആരെങ്കിലും കുടിച്ചുകൊണ്ടവൻ മരണപ്പെട്ടാൽ, എന്നിട്ടവൻ ഫഖതല നഫ്സഹു അവനെ സ്വയം കൊന്നുകളഞ്ഞു. വിഷം കുടിച്ച ഒരാൾ മരിച്ചാൽ, വിഷം കുടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്താൽ, ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ, ജഹന്നമെന്ന തീയിൽ വെച്ചവൻ അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. ജഹന്നമിൽ തന്നെയാണ് അവനുള്ള ശാശ്വതമായ വാസം. അതിന്റെ പുറമേ അവൻ ഇങ്ങനെ വിഷം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശിക്ഷയാണ് അവന് ലഭിക്കുന്നത്. വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും ഒരു ഉയരത്തിൽ നിന്ന്, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടാണ് ജീവൻ കളഞ്ഞതെങ്കിൽ ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ, ജഹന്നമിന്റെ തീയിൽ അവൻ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയാണ്. ഉയരമുള്ള പ്രദേശത്ത് നിന്ന് അവൻ തീമലയിൽ നിന്ന് തീയിലേക്ക് തന്നെ ചാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ സ്ഥിരമായി അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നരകാഗ്നിയിൽ വെച്ച് വിവിധ രൂപത്തിലുള്ള ശിക്ഷകൾ അനുഭവിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അതേ ആത്മഹത്യ ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണോ അവൻ മരിച്ചതെങ്കിൽ അങ്ങനെ തന്നെ. തൂങ്ങിച്ചത്തവനാണെങ്കിൽ അവൻ തൂങ്ങി ശ്വാസം മുട്ടിച്ചു തന്നെ ജീവിക്കുകയാണ്. അതേ മരണം അവിടെ ഇല്ലല്ലോ. ആ നിലക്കുള്ള വളരെ കഠിനമായ ശിക്ഷയാണ് അവൻ അവിടെ വെച്ച് ലഭിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിന് അധികമൊന്നും താമസമല്ല. ഒരു സെക്കൻഡ് നേരത്തെ മനസ്സിന്റെ താളം തെറ്റലാണ് പലരും ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നത്. വളരെ മുൻകൂട്ടി പ്ലാൻഡ് ആയ ആത്മഹത്യകളൊക്കെ കുറവാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് കാലയെ കൂട്ടി നടക്കുന്നവരൊക്കെ ചില മാനസിക രോഗികളൊക്കെ ഉണ്ടാവും. ഇതൊന്നല്ല, ചില പ്രത്യേക ഘട്ടങ്ങൾ വരുമ്പോ ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് ശൈത്താൻ ഒരൊറ്റ സെക്കൻഡ് തോന്നിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ്. അതോടുകൂടി അവന്റെ ദുന്യാവും പോയി, ശാശ്വതമായി അവന് ആഖിറവും നഷ്ടപ്പെട്ടു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും അള്ളാഹുവിനോട് സബാത്തുൽ ഖൽബിന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പറയുന്നത് ഈ ഇസ്തിഖാമത്തിനും സബാത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കടക്കണിയിൽ പെട്ടുപോകുമ്പോ, അപമാനത്തിന് ഇരയാകുമ്പോ, വൈവിധ്യമാർന്ന മറ്റുള്ള കേസുകളിലും പ്രശ്നങ്ങളിലും പെട്ടുഴലുമ്പോ മനുഷ്യൻ വിചാരിക്കുകയാണ് ഇവിടെ ഒടുങ്ങിയാ എല്ലാം നന്നായി. പക്ഷെ ഇവിടെ ഒടുങ്ങുന്നതോടുകൂടി ഒടുങ്ങുന്നില്ല, വലിയ രൂപത്തിലുള്ള ശിക്ഷയിലേക്ക് അവൻ എടുത്തു ചാടുകയാണ്. അതാണ് എരുതിയിൽ നിന്ന്, വറവ് ചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാ പോകുന്നത്. ഒരിക്കലും അവന് മോചനമുണ്ടാവുകയില്ല. അത് സമൂഹത്തെ പഠിപ്പിക്കണം. എന്തു വന്നാലും ജീവൻ കളയാൻ പാടില്ല, പിടിച്ചു നിൽക്കണം. ജീവിതത്തിലുള്ള കരുത്തിന് വേണ്ടി ദുആ ചെയ്യണം. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. നല്ല മരണമല്ല അത്, സൂൽ ഖാത്തിമത്താണത്, മോശപ്പെട്ട മരണമാണത്, ചീത്തയായ പര്യവസാനം, അന്ത്യമാണത്.
മാത്രമല്ല കഠിന കഠോരമായ ശിക്ഷ വേറെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചിട്ടില്ല. അതേ അവസരത്തിൽ സഹാബിമാരോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാഫിറല്ല, അതുകൊണ്ട് നിസ്കരിക്കണം, അല്ലാഹു സ്വീകരിച്ചാലായി, ഇല്ലെങ്കിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ ഗുരുതരമാണ് ആത്മഹത്യ എന്ന് പറയുന്ന പാതകം. അവർക്ക് നരകത്തിയിൽ ലഭിക്കാനിരിക്കുന്ന ശിക്ഷയുടെ രീതി ഇപ്രകാരമാകുന്നു. ഇനി സഹോദരന്മാരെ, രൂപമാറ്റം വരുത്തിക്കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കോലാണ് മാറ്റം, മനുഷ്യന്റെ രൂപം തന്നെ മാറ്റാൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ കാര്യത്തിൽ, ആ പിതാവിനെ നാളെ പരലോകത്ത് വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം കാണുന്നത് നരകത്തിന്റെ വക്കത്ത് വെച്ചാണ്. ബാപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ രക്ഷയില്ല. കാരണം ശുപാർശ ചെയ്യുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അതേ നല്ലവനാണ്, പക്ഷേ അവിടെ അതാ ചെയ്യപ്പെട്ട വ്യക്തി നല്ലവനല്ല. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയപ്പെടും, ഇബ്രാഹിമേ, നിന്റെ പിന്നിലേക്ക് നീ ഒന്ന് നോക്കിക്കോ. ഇബ്രാഹിം അലൈഹിസ്സലാം നോക്കുമ്പോൾ വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള, വൃത്തികേടുകൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള ഒരു കഴുതപ്പുലിയുടെ രൂപത്തിലാണ് ആ പിതാവ് രൂപാന്തരം വരുത്തപ്പെട്ടത്. ഒരു മൃഗത്തിന്റെ കോലത്തിലായി. എന്നിട്ട് ഫയുഖദു ബിഖവായിമിഹി, ആ മൃഗത്തിന്റെ കാലുകൾ പിടിച്ച് തൂക്കിയിട്ട് വയുൽഖാ ഫിന്നാർ, നരകത്തിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആദർശത്തിന് എതിര് ചെയ്തു എന്ന് മാത്രമല്ല, വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ചു പ്രവർത്തിച്ച ആ മനുഷ്യന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം അങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുകയാണ്. ഈ സംഭവം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സംബന്ധിച്ചു പറഞ്ഞു, സഹീഹ് മുസ്ലിമിൽ കാണാം. ആരാണ് അയാള്? റഅയ്തു അംറ ഇബ്നു ആമിർ ഖുസാഇ യജുറു ഖുസ്ബഹു ഫിന്നാരി വകാന അവ്വലു മൻ സയ്യബ സവാഇബ്. അംറ ഇബ്നു ആമിർ ഖുസാഇയെ ഞാൻ കണ്ടു. നരകം കാണിക്കപ്പെട്ടപ്പോ അംറ ഇബ്നു ആമിർ ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഞാൻ കാണുകയാണ്. യജുറു ഖുസ്ബഹു ഫിന്നാർ, നരകത്തിയിൽ അയാളുടെ കുടൽമാല വലിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നടക്കുന്നു. വയറുന്ന് കുടലൊക്കെ പുറത്തിയാടിയിട്ടുണ്ട്, വികൃതമായ രൂപം. ആ കൊടൽമാലയും വലിച്ചുകൊണ്ട് ഇയാൾ നരകത്തിയിലൂടെ ഇങ്ങനെ വലിച്ചു നടക്കുന്നത് ഞാൻ കണ്ടു. എന്താ കാരണം? വകാന അവ്വലു മൻ സയ്യബ സബായിബ, ഇയാളാണ് ആദ്യമായി അറബ് ലോകത്തേക്ക് അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ വേണ്ടി പ്രത്യേക മൃഗങ്ങളെ ഒഴിഞ്ഞിടുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇയാളാണ് വകാന അവ്വലു മൻ ഗയ്യറ ദീന ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിന്റെ മുമ്പിൽ ബാക്കി വെച്ച് പഠിപ്പിച്ച് കൃത്യമായി പഠിപ്പിച്ചു പോയിരുന്ന യഥാർത്ഥമായ തൗഹീദിന്റെ ആദർശത്തിൽ നിന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്റെ സിറിയയിലേക്കുള്ള യാത്രാവേളയിൽ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ വിഗ്രഹത്തെ പൂജിക്കുന്ന കാഴ്ച അംർ കാണുകയാണ്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് സിറിയയിലേക്ക് യാത്ര പോകുന്നയാളാ, കച്ചവട ആവശ്യാർത്ഥവും മറ്റുമൊക്കെ, അറബ് നാട്ടിൽ നിന്ന്, ഹിജാസിൽ നിന്ന്. അങ്ങനെ പോയപ്പോ ഇയാൾ ഷാമിൽ സിറിയയിൽ ചെന്നപ്പോ അവിടുത്തെ ആളുകളൊക്കെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഭജനം ഇരിക്കുന്നുണ്ട്. ഇയാൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? എന്താ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ ആ നാട്ടുകാർ പറഞ്ഞു, ഇതിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ മഴക്ക് ആവശ്യപ്പെട്ട അല്ലാഹ് മഴ തരും, ഇതിന്റെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. ആ തർക്കടില്ലല്ലോ എന്ന് തോന്നി. ഞാൻ പറഞ്ഞു, തർക്കടില്ല, ഒരു വിഗ്രഹം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഇയാൾ മക്കത്തേക്ക് സംഭവം കൊണ്ടുവരികയാണ്. ഒരു വിഗ്രഹം എനിക്ക് തരൂ. അതിനെന്താ തരാലോ? ഒരു പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൂജാ വിഗ്രഹം അംർ അവിടുന്ന് വാങ്ങി. അയാളത് കൊണ്ടുവന്നു ഹിജാസിലേക്ക്, മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ഹിജാസ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നു. ആ സമൂഹത്തിനത് പരിചയപ്പെടുത്തിയതാ, ഇതാ നിങ്ങൾക്ക് അത്യാവശ്യമാണ്, ഇവരോടൊക്കെ പറഞ്ഞാൽ ആ കാര്യം നേടുക. അപ്പോൾ നേരിട്ട് അള്ളാഹിനോടൊന്നാണ് പറഞ്ഞ സംഗതി വേർത്താൻ പെട്ടെന്ന് ക്ലിക്കാവൂല. അതുകൊണ്ട് കാര്യം നേടാൻ ഇവർ നമ്മളെ അടുപ്പിക്കും, ഇവരിലൂടെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഞാൻ സിറിയയിൽ നിന്നാ വരുന്നത്, അവിടെയുള്ള ആളുകൾക്കൊക്കെ അതുകൊണ്ട് വലിയ കാര്യമുണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പ്രേരിപ്പിച്ച് സമൂഹത്തിൽ
സമൂഹത്തിലേക്ക്, ആ നാട്ടിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർത്തിയുണ്ടാക്കിയ ഒരു ജനതയിലേക്ക് ഈ ശിർക്കിന്റേതായ കാര്യങ്ങൾ അയാൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഒരു തിന്മക്ക് വേണ്ടി തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലക്ക് അയാൾ നരകത്തിയിൽ ഇങ്ങനെ അയാളുടെ കൊടൽമാലയും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. വല്ലാത്തൊരു ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഇതിപ്പോ ശിർക്കിന്റെ ഏറ്റവും ഗുരുതരമായ കാര്യമാണെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വ്യക്തിയുണ്ട്, ചില ആളുകളുണ്ട്. ആ മനുഷ്യനതാ പരലോകത്ത് കൊണ്ടുവരപ്പെട്ട് നരകത്തിയിൽ എറിയപ്പെട്ടിരിക്കുന്നു. ഫതന്തലിഖു അഖ്ദാബുഹു ഫിന്നാർ. നരകത്തിയിൽ അയാളുടെ കുടൽമാല കൊണ്ട് അയാൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അതേ ആസുകല്ലിന് ചുറ്റും കഴുത തിരിയും പോലെ സ്വന്തം കുടൽമാല കൊണ്ട് ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു മനുഷ്യൻ. ഫയജ്തമിഉ അഹ്ലുന്നാരി അലൈഹി. നരകവാസികളൊക്കെ ഇയാളുടെ ചുറ്റും കൂടുകയായി. ഫയഖൂലൂന, എന്നിട്ട് ചോദിക്കുന്നു, ഐ ഫുലാൻ മാ ശഅനുക, എന്താ നിങ്ങളുടെ സ്ഥിതി ഇങ്ങനെ? അലൈസ കുൻത തഅമുറുനാ ബിൽ മഅറൂഫി വതൻഹാനാ അനിൽ മുൻകർ. നിങ്ങൾ ഞങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നയാളാണല്ലോ, ചീത്ത വിരോധിക്കുകയും ചെയ്തിരുന്നയാളാണല്ലോ. നിങ്ങൾ എന്തേ ഇവിടെ വരാൻ കാരണം? നാം പഠിച്ച ഇൽമ്, നാം മനസ്സിലാക്കിയ അറിവ്, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാതെ, അറിവ് കേവലം ചില അറിവ് എന്ന കേവലം നാട്യത്തിന് വേണ്ടി മാത്രം പഠിച്ചു, ആ അറിവ് തനിക്ക് ഉപകരിച്ചില്ല, ആ അറിവനുസരിച്ച് താൻ പ്രവർത്തിച്ചില്ല, ജനങ്ങളോട് പറഞ്ഞ നല്ല കാര്യങ്ങൾ താൻ ജീവിതത്തിൽ ചെയ്തില്ല, ജനങ്ങളോട് അരുതെന്ന് പറഞ്ഞത് തന്റെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു. ആ നിലക്ക് വൃത്തികെട്ട സ്വഭാവമുള്ള എല്ലാ ഉപദേശികൾക്കും മനുഷ്യർക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതേ നിങ്ങളെന്തേ ഇങ്ങനെ? അപ്പോൾ ആ മനുഷ്യൻ നരകത്തിയിൽ കിടന്ന് വിലപിച്ചുകൊണ്ട് പറയും, കുൻതു ആമുറുക്കും ബിൽ മഅറൂഫി വലാ ആതി. ഞാൻ നിങ്ങളോട് നല്ല കാര്യം കൊണ്ട് കൽപ്പിച്ചിരുന്നു, പക്ഷേ ഞാൻ അത് ചെയ്തിരുന്നില്ല. വൻഹാകും അനിൽ മുൻകരി. വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ തടഞ്ഞിരുന്നു. വാതീഹി. പക്ഷേ ആ മുൻകറായ നീചമായ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, വിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറഞ്ഞു നടക്കുന്നത്? കെബുറ മഖ്തൻ ഇൻദല്ലാഹ്. അള്ളാന്റെ അടുക്കൽ മഖ്തൻ, കോപത്താൽ ഏറ്റവും വലിയ സംഗതി. അൻ തഖൂലു, നിങ്ങൾ പറയലാണ്, മാ ലാ തഫ്അലൂന, നിങ്ങൾ പ്രവർത്തിക്കാത്തത്. മതരംഗത്തുള്ള ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവ മുസ്ലിമീങ്ങളും വളരെ ഞെട്ടലോടുകൂടെ കേൾക്കേണ്ടുന്ന കാര്യമാണിത്. നിങ്ങൾ നല്ലവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നല്ലോ, നിങ്ങൾ നന്മ കൽപ്പിച്ചിരുന്നല്ലോ, നിങ്ങൾ തിന്മ വിരോധിച്ചിരുന്നല്ലോ, നിങ്ങൾ അതിലെ അംഗമായിരുന്നല്ലോ, പിന്നെ എന്തേ നിങ്ങൾ ഇവിടെ വരാൻ കാരണമെന്ന നരകവാസികളുടെ ചോദ്യത്തിന് ആ മനുഷ്യന്റെ മറുപടിയാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ചെയ്തിരുന്നില്ല, അരുതെന്ന് ഞാൻ പറഞ്ഞതോ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു ധാരാളമായി. ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് ഇൽമ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും സമൂഹത്തോട് ഏതെങ്കിലും അർത്ഥത്തിൽ അത് ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള എല്ലാ ആളുകൾക്കും ബാധകമായ ഒരു കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ദഅവത്ത് നിർത്താൻ പറ്റുമോ? ഞാൻ പറയുന്നത് മുഴുവൻ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച ഒരാൾക്ക് ദഅവത്ത് നിർത്താൻ പറ്റുമോ? ഇല്ല. താൻ പറയുന്നതിന്റെ കഴിവെത്രയാണെന്ന് റബ്ബാണ് തീരുമാനിക്കുന്നത്. തന്റെ കഴിവും കഴിവുകേടും അറിയുന്ന റബ്ബാണ് കണക്ക് നോക്കുന്നത്. ആ റബ്ബിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാനാകണം. അതിനുള്ള രൂപത്തിലുള്ള ഇഖ്ലാസും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നമ്മിൽ ഉണ്ടായാൽ റബ്ബിന്റെ കാവൽ നമുക്കുണ്ടാകും. ആ കാവൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ നല്ലത് പറഞ്ഞ് അത് ചെയ്യാതിരിക്കുകയും ചീത്തയും തെമ്മാടിത്തവുമായ കാര്യങ്ങളൊക്കെ അരുതേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ തന്റെ സ്വന്തം ജീവിതത്തിൽ ആ തെമ്മാടിത്തങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തവൻ കൊടൽമാല വലിച്ച് കഴുത തിരിയും പോലെ ആസുകല്ലിന് ചുറ്റും എണ്ണയാട്ടാൻ വേണ്ടി ആസുകല്ലും തിരിച്ച് കഴുത ഇങ്ങനെ കറങ്ങുന്നത് പോലെ നരകത്തിയിൽ അവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നാം നന്മയുടെ നേതൃത്വത്തിലും നന്മയുടെ പ്രചാരകരും പ്രബോധകരുമാകുമ്പോൾ ആദ്യം നാം നോക്കണം, ഇത് തന്നിലുണ്ടോ?
ഇല്ലെങ്കിൽ ഗുരുതരമായ ശിക്ഷ എന്നെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നാം പറയുന്ന കാര്യങ്ങളോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി കൊണ്ടുള്ള കാപട്യത്തിന്റെ ദുരന്തത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ ഹദീസുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, നരകവാസികളുടെ എണ്ണത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നരകത്തിയിലാണ് സ്വർഗത്തെ അപേക്ഷിച്ച് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം അല്ലാഹു തആല പരലോകത്ത് ഖിയാമത്ത് നാളിൽ ആദം നബിയോട് പറയും, ആദമേ എന്ന് വിളിക്കുമ്പോൾ ആദം അലൈഹിസ്സലാം പറയും, ലബ്ബൈക വസഅദൈക, റബ്ബേ നിനക്കിതാ ഉത്തരം ചെയ്യുന്നു. റബ്ബേ എന്താണെന്ന് ചോദിക്കുമ്പോ ഒരു വലിയ ശബ്ദമതാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുകയാണ്. ഇന്നല്ലാഹ യഅ്മുറുക, ആദമേ നിന്നോട് അല്ലാഹു ഇതാ കൽപ്പിക്കുന്നു, അൻ തുഖ്രിജ ബഅസന്നാരി മിൻ ദുരിയതിക, നിന്റെ സന്താനങ്ങളിൽ നിന്ന് നരകത്തിയിലേക്കുള്ള ആളുകളെ പുറത്തെടുത്തോളൂ. ആദം അലൈഹിസ്സലാം ചോദിക്കും, റബ്ബേ എത്രയാ നരകത്തിയിലേക്കുള്ള കണക്കിന്റെ മാനദണ്ഡം എന്താണ്? ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. ആദം സന്തതികളിൽ നിന്ന് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കണക്കാക്കപ്പെടുമ്പോ അല്ലാഹു തആല പറയും, മിൻ കുല്ലി അൽഫിൻ തിസ്ഉമിയത്തിൻ വതിസ്അത്തിൻ വതിസ്ഊൻ, എല്ലാ ഓരോ 1000-ൽ നിന്നും 999 നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോ. 1000-ൽ സ്വർഗത്തിൽ കൊള്ളൂ. 1000 എണ്ണം ഉണ്ടെങ്കിൽ അതിലൊരാൾ സ്വർഗത്തിൽ, 999 നരകത്തിൽ. എന്താ കാരണം? ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും, വിശുദ്ധ ഖുർആൻ പറയുന്നത്, ബഹുഭൂരിപക്ഷം ജനങ്ങളും അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരല്ല. ബഹുഭൂരിപക്ഷം ജനങ്ങളും ശിർക്ക് ചെയ്യുന്നവരാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അറിവില്ലാത്തവരാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കാത്തവരാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ഫാസിക്കുകളാണ്, തെമ്മാടികളാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും കുറ്റവാളികളാണ്. തിന്മക്കാണ് സമൂഹത്തിൽ മെജോറിറ്റി ഉള്ളത്. ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അല്ലാഹു തആല പറയാണ്, നന്മയും തിന്മയും ഒരിക്കലും സമാവൂല. പക്ഷെ നമുക്കങ്ങനെ തോന്നും, പല തിന്മകളും നന്മയാണോ എന്ന് തോന്നും. എന്തുകൊണ്ട്? അതിനാണ് മെജോറിറ്റി. ഇപ്പൊ ഭൂരിപക്ഷം കാണുമ്പോൾ നമുക്ക് തോന്നും അതല്ലേ ശരി. അങ്ങനെ തോന്നണ്ട. നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. കസറത്തുൽ ഖബീസി, ചീത്തയുടെ ആധിക്യം. അപ്പൊ ചീത്തക്കാണ് ലോകത്തെന്ത് മെജോറിറ്റിയും ഭൂരിപക്ഷവും ഉണ്ടാവുക. അതുകൊണ്ട് അവരെന്നെയാണ് കൂടുതൽ നരകത്തിയിൽ ഉണ്ടാകുക. ഈ സമുദായത്തിന്റെ സ്ഥിതി പോലും, ഈ ഉമ്മത്തിന്റെ സ്ഥിതി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, 70-ൽ ചില്ലാനും ഗ്രൂപ്പുകളും പാർട്ടികളുമായിട്ട് ഇത് പിളർന്നു പോകും. ഈ ഉമ്മത്തിന്റെ തന്നെ കാര്യമാണ് പറയുന്നത്. യഹൂദികൾ അങ്ങനെ വളർന്നു, നസറാനികൾ വളർന്നു. ഈ ഉമ്മത്ത് 73 വിഭാഗങ്ങളായിക്കൊണ്ട് ചിന്നിച്ചിതറുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ 72 നരകത്തിലെന്നാ പറഞ്ഞത്. അവിടെയും ഭൂരിപക്ഷം നരകത്തിലാണ്, 72 നരകത്തിലാണ്. ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. അതാരാണ്? വഹുവ മാ കാന അലാ മാ കാന അലൈഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്വഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ കൺകുളിർക്കെ കണ്ട് കേട്ട് നബിയോടൊപ്പം ജീവിച്ച സ്വഹാബാക്കളും ഏതൊരു വിശ്വാസത്തിലും ആചാരത്തിലും ജീവിച്ചുവോ അതിനെ പിന്തുടരുന്നവര് മാത്രമാണ് സ്വർഗത്തിൽ പോവുക. എല്ലാ അർത്ഥത്തിലും അതേ ളാഹിറൻ വ ബാത്തിനാ, ബാഹ്യമായും ആന്തരികമായും ഒക്കെ അവര് നിലനിൽക്കുന്ന ആ പാതയിൽ നിലനിൽക്കുന്നവര് മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ. വസല്ലമ മിൻ ഫിത്നതി ശഹവാതി വശുബ്ഹാതി, ശഹവത്തുകളിൽ നിന്നും ശുബ്ഹത്തുകളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തവർ
സ്വർഗത്ത് പോണെങ്കിലുള്ള ഗുണ പറയുന്നു. വസല്ലമ, അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ഫിത്നത്തി ശഹവാതി വശുബ്ഹാതി. ഫിത്നകൾ രണ്ട് തലത്തിലുണ്ട്. ഒന്ന് ഫിത്നത്തു ശഹ്വ, മറ്റൊന്ന് ഫിത്നത്തു ശുബ്ഹ. ശുബ്ഹത്തിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. അയാൾക്ക് ഉറക്കൂല, ഒരാദർശത്തിൽ അയാൾക്ക് ഉറക്കൂല, അയാളൊന്നും പഠിക്കൂല. അതുകൊണ്ട് അയാൾ പിന്നെ അതും ശരി അതും ശരി, അവര് പറഞ്ഞിടത്തും കാര്യമുണ്ട്, ഇവര് പറഞ്ഞിടത്തും കാര്യമുണ്ട്, നമ്മളൊന്നും നിൽക്കുമ്പോണ്ട നമ്മളിങ്ങനെ എല്ലാവരും ആളായിട്ട് നടന്നാൽ മതി. അങ്ങനെ ശുബ്ഹത്തിൽ തന്നെ കഴിച്ചു കൂട്ടും, ആരെയും വെറുപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു സംശയം ഒരു കാലത്തും തീരൂല. അതൊരു ഫിത്നയാണ്. ആ ഫിത്നയിൽ അകപ്പെട്ടവന് മുന്നേറാൻ ഒരിക്കലും കഴിയൂല. ക്ഷമയും ധൈര്യവും സഹനവും പഠനവും സമർപ്പണവും ചിന്തയും അധ്വാനവും ഒക്കെ ഉണ്ടായാലേ ശുബ്ഹത്താണ് നീങ്ങുള്ളൂ. ആ ശുബ്ഹത്തിന്റെ ഫിത്നയിൽ പെടാത്തവന് മാത്രമേ സ്വർഗത്തിലെത്താൻ കഴിയൂ. വമിൻ ഫിത്നത്തി ശഹവാത്. ശഹവത്തിന്റെ ഫിത്ന അതെന്താ? മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, പെണ്ണിനോടുള്ള ആർത്തി, പണത്തോടുള്ള ആർത്തി, അതുപോലെ തന്നെ മറ്റുള്ള ഭൗതികമായ ജീവിതത്തോടുള്ള ആർത്തി, അങ്ങനെയുള്ള ശഹവാത്തുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എല്ലാ ശഹവത്തുകളും അതിൽപ്പെട്ടു. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ആലി ഇംറാൻ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻക്ക് ഈ ശഹവാത്തുകളോടുള്ള പ്രേമം കുറച്ച് അവനിൽ അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞത് പെണ്ണാണ്, പിന്നെ പറഞ്ഞത് പൊന്നാണ്. കനകം മൂലം, കാമിനി മൂലം കലഹം ഭൂമിയിൽ പലവിധം ഇതുപോലെ എന്നാരോ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ അങ്ങനെ പെണ്ണിന് വേണ്ടി, പൊന്നിനു വേണ്ടി സമൂഹം കഴുത്തറക്കും, കൊല്ലും, അരാജകത്വങ്ങൾ നടത്തും, കൊള്ളയും കൊലപാതകവും എല്ലാം. അപ്പൊ ശഹവത്തിന്റെ ഫിത്നയിൽ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ വളരെ മോശമാണ്. അപ്പൊ ശഹവത്തിന്റെ ഫിത്നയും നേരത്തെ പറഞ്ഞ ആദർശ രംഗത്തുള്ള ശുബ്ഹത്തിന്റെ ഫിത്നയും, ആ രണ്ട് ഫിത്നയിൽ നിന്നും രക്ഷപ്പെട്ട കക്ഷികൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. എന്നിട്ട് മഹാന്മാര് പറയുന്നു, വഹൗലായി ഖലീലുൻ ജിദ്ദാ. ഇക്കൂട്ടർ വളരെ കുറവായിരിക്കും, ന്യൂനപക്ഷമാണ്. ലാസിയമാ ഫിൽ അസ്മാനിൽ മുതഅഖിറ. നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും, നമ്മുടെ ഈ അവസാന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത്തരക്കാര് വളരെ കുറവാണ്. അള്ളാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നരകാഗ്നിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നരകാഗ്നിയിലാണ്. അതിൽ തന്നെ ആധിക്യം ആർക്കാണ്? പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് നരകത്തിയിൽ കൂടുതലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നരകം കാണിക്കപ്പെട്ടപ്പോൾ ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, അതിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. നരകത്തിൽ അധികവും പെണ്ണുങ്ങളെയാണ് ഞാൻ കണ്ടത്. ഉരീതുന്നാറ, നരകം എനിക്ക് കാണിക്കപ്പെട്ടപ്പോൾ ഫൈദാ അക്സറു അഹ്ലിഹൻ നിസാ, അതിൽ അധികവും സ്ത്രീകളെയാണ് കാണിക്കപ്പെട്ടത്. യക്ഫുർന, അവര് നിഷേധിക്കുന്നവരാണ്. അവര് യക്ഫുർന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് നിഷേധിക്കുന്നവരാണ്. ഇത് കേട്ടപ്പോ സഹാബ സ്ത്രീകൾക്ക് പേടിയായി. സഹാബ വനിതകൾ ചോദിച്ചു, അയക്ഫുർന ബില്ലാഹ്, അവര് അല്ലാഹനെ നിഷേധിച്ചത് കൊണ്ടാണോ, അവര് പെണ്ണുങ്ങൾ അധികവും അല്ലാഹനെ നിഷേധിച്ചത് കൊണ്ടാണോ നരകത്തിൽ വന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ഫുർനൽ അശീർ വയക്ഫുർനൽ ഇഹ്സാൻ, അവര് കുടുംബ ബന്ധത്തെ നിഷേധിച്ച് കളയുന്നതിൽ മിടുക്കികളാകുന്നു. കുടുംബ ബന്ധം തല്ലി തകർത്ത് വേറെയാക്കാൻ ഇത്ര കേമികൾ പെണ്ണുങ്ങളെ പോലെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവരവിടെ കൂടുതൽ പോയത്. അവര് ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ നോക്കും. ഒന്നിച്ചു പോകുന്ന ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വലിയ പരിശ്രമമാണ് പെണ്ണ് പരിശ്രമിക്കുക. അങ്ങനത്തെ പെണ്ണുങ്ങൾ, അങ്ങനത്തെ സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വയക്ഫുർനൽ ഇഹ്സാന, അവര് നന്മയെ നിഷേധിക്കുകയും ചെയ്യുന്നു. നന്മ നിഷേധിക്കുന്നു. എങ്ങനെ നന്മ നിഷേധിക്കാം? ഒരാളുടെ ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തതൊക്കെ ബാത്തിലാക്കുന്ന വർത്താനം പറയും. ബാത്തിലാക്കുന്ന വർത്താനം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, കേട്ടോളൂ.
ലൗ അഹ്സൻത ഇലാ യഹ്ദാഹുന്ന ദഹ്റ, നീ അവരിൽ ഒരാൾക്ക് നീ കാലം മുഴുവനും നിന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മകളും നീ ചെയ്തു കൊടുത്തു. സുമ്മ റഅത് മിൻക ശൈആ, പിന്നീട് അവൾ നിന്നോടെന്തോ ആവശ്യപ്പെട്ടു, അവളെന്തോ ആഗ്രഹിച്ച് നിന്നോട് പറഞ്ഞു, പക്ഷേ അവൾ നിന്നിൽ നിന്ന് അത് കണ്ടില്ല. അവൾ നിന്നിൽ നിന്ന് അവൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടാലോ, കാലത്ത് ആ നന്ദികെട്ട പെണ്ണ് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഞാൻ നിങ്ങളിൽ നിന്ന് ഇന്ന് വരെ ഒരു ഖൈർ അനുഭവിച്ചിട്ടില്ല എന്ന് പറയും. അതുവരെ കൊല്ലം 10-25 10-30 കൊല്ലം പോയിട്ട് നോക്കിയതായിരുന്നു. ചോദിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കൊടുത്തു, വിളിച്ചു പറയുന്നതൊക്കെ ഉണ്ടായിട്ടും ഇല്ലാതായിട്ടൊക്കെ അയച്ചു കൊടുത്തു. അവസാനം അവൾ പറഞ്ഞ ഒരു കാര്യം, ഈ സാധുവായ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അയാൾ അതിനെ എതിർത്തു. അപ്പൊ നന്ദി കെട്ടാ പെണ്ണീം 10-30 കൊല്ലം ഈ കണ്ട കാലമായിട്ട് കാലം മുഴുവൻ നീ ചെയ്തു കൊടുത്ത നന്മയെ മുഴുവൻ നിഷേധിക്കുന്ന നിലക്ക് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടെന്താ, നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടുവന്നതിന്റെ ശേഷം ഒരു നല്ലത് ഞങ്ങളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നന്ദി കെട്ട പെണ്ണ്, അവളാണ് നരകത്തിയുടെ വിറകുകളിൽ അധികവും ഞാൻ കണ്ടതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺവർഗത്തോട് ദേഷ്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ഈ സ്വഭാവം ഉള്ളത് കൊണ്ടാ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ പെടാതിരിക്കാൻ എന്താ പെണ്ണ് വേണ്ടത്? ഈ സ്വഭാവം ഉണ്ടാകരുത്. അവൾ വളരെ വിനീതയായിരിക്കണം, അവൾ നന്മയുടെ പ്രോത്സാഹകയായിരിക്കണം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ കണ്ണു ചിമ്മാനും മറക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണം. ഇത് സമൂഹത്തിൽ കാണുന്ന ഒരു പൊതു തത്വമാണ് പ്രിയമുള്ളവരെ. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ മാത്രല്ല, പലർക്കും ഉണ്ടാസുഖം. ഒരാളോട്ടാണ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഈ കാലം അത്രയും ചെയ്ത എല്ലാ നന്മയും മറക്കും. പിന്നെ അയാൾ ഒന്നുമല്ല, പിന്നെ അയാൾ വളരെ വൃത്തികെട്ടവൻ, മോശപ്പെട്ടവൻ, അല്ലെങ്കിൽ അയാൾ എന്തിനാ കൊള്ള. ഇതുവരെ അയാൾക്ക് ചെയ്തു കൊടുത്ത, മനുഷ്യന് ചെയ്തു കൊടുത്ത സർവ്വ ഉപകാരങ്ങളെയും നശിപ്പിക്കുന്ന വർത്തമാനം പറയും, നിഷേധത്തിന്റെ വർത്തമാനം പറയും, നന്ദികേടിന്റെ വർത്തമാനം പറയും. ഇത്തരക്കാരായ ആളുകൾക്കൊക്കെ ഇത് ബാധകമാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇങ്ങനെ ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് പരിഹാരം എന്താ? കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കരുത്. കുശുകുശുത്ത് കൊടുത്ത് തലയണ മന്ത്രം നടത്തി ഒരുമിച്ച് നിൽക്കുന്നവരൊക്കെ ഭിന്നിപ്പിച്ചു. ഇനി പോകരുത്. അശീർ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കാനാ ഒരു പെണ്ണ് ശ്രമിക്കേണ്ടത്. താനായിട്ടൊരു ബന്ധവും കണ്ണികൾ ഓരോ കണ്ണികളെയും ബന്ധിപ്പിക്കല്ലാതെ മുറിപ്പിക്കാൻ ഒരു പെണ്ണും തയ്യാറാവരുത്. നരകം വിലക്ക് വാങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഒരു നന്മയെയും നശിപ്പിക്കരുത്, ഒരു നന്മയെയും എന്ത് ചെയ്യരുത്, നിഷേധിച്ച് കളയരുത്. നന്ദിയുള്ളവളാകണം. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തോട് നിബിധങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു പെരുന്നാളിന്റെ ഖുതുബയിൽ അവിടുന്ന് സ്ത്രീകൾ കേൾക്കാത്ത ദൂരത്തായപ്പോ സ്ത്രീകളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീകളുടെ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ ധർമ്മം ചെയ്യണേ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ പാപമോചന പ്രാർത്ഥന അധികരിപ്പിക്കുകയും ചെയ്യണേ. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിന്നാർ, കാരണം നരകത്തിയിൽ നിങ്ങളെയാണ് ഞാൻ അധികം കണ്ടത്, നിങ്ങളെയാണ് നരകത്തിയിൽ ഭൂരിപക്ഷവും ഞാൻ കണ്ടത്. അവിടെ അതിന് രക്ഷപ്പെടാൻ നിങ്ങൾ സ്വതക്ക കൊടുത്തോളി, ഇസ്തിഗ്ഫാർ, പടച്ചോനോട് പാപമോചനത്തിന് പ്രാർത്ഥിച്ചോളൂ. ഫഖുൽനാ സഹാബത്തു, സഹാബാ വനിതകൾ ചോദിച്ചു, എന്തുകൊണ്ടാ നബിയെ അവർ നരകത്തിയിൽ കൂടുതൽ കാണപ്പെടുന്നത്? വബിമയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തുകൊണ്ടാണത്? ഇവിടുന്ന് പിന്നെയും പറഞ്ഞു, തുക്സിർനൽ ലഅന, ശപിക്കൽ അവർക്ക് കുറച്ച് കൂടുതലാണ്, ശാപവാക്കുകൾ പറയൽ പെണ്ണുങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. വതക്ഫുർനൽ അശീർ, നല്ല നിലക്ക് പോകുന്ന ബന്ധങ്ങളെ നിഷേധിക്കലും അവരുടെ പതിവാകുന്നു. അതുകൊണ്ട് അതൊക്കെ ആ സ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ സ്വതക്ക ചെയ്തോളിൻ, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ. കാരണം നരകത്തിൽ നിങ്ങളെയാണ് അധികം കണ്ടത്. രക്ഷപ്പെട്ടോളണം എന്ന് സ്ത്രീ സമൂഹത്തോട് പ്രത്യേകമായി കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ സർവ്വ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, നരകാഗ്നിയിൽ വെച്ച് നടക്കുന്ന ചില സംഭാഷണങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതും നരകത്തിയിലെ ഒരു ശിക്ഷയുടെ രൂപമാണ്. ശിക്ഷിക്കപ്പെടുന്നു എന്നതിനോടൊപ്പം
ഓരോരുത്തരും പരസ്പരം കടിച്ചു കീറുന്ന ഒരു പ്രകൃതാണ് നരകത്തിയിൽ ഉണ്ടാവുക. സാധാരണഗതിയിൽ ഏത് ശത്രുവാണെങ്കിലും ഒരു പൊതു ആപത്തുപ്പെട്ട ഒന്നാവൂലേ? ഏത് ശത്രുവാണെങ്കിലും ഒരു പൊതുവായ ആപത്തുപ്പെട്ട എല്ലാവരും ഉണ്ട്, ഒന്നാകലും ഒരു സ്നേഹം കാണിക്കലും ഒന്ന് ഐക്യത്തിൽ നിൽക്കലൊക്കെ. നരകത്തിയിൽ അതുപോലുമില്ല. നരകത്തിയിൽ പൊതുവായ ആപത്താണ് വന്നിട്ടുള്ളതെങ്കിലും ഓരോരുത്തരും മറ്റവന് ശത്രുവാണ്. അതും ഒരു ശിക്ഷയുടെ രീതിയാണ്. അല്ലാഹു ഒരു ശിക്ഷ ഗൗരവം കൂട്ടാൻ വേണ്ടി തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ കാണാം, കുല്ലമാ ദഖലത് ഉമ്മത്തുൽ ലഅനതു ഉഖ്തഹാ ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീആ. ഓരോ സമൂഹവും നരകത്തിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോ തന്റെ തൊട്ടടുത്തേക്ക് കയറി വരുന്ന സഹോദരനെ അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിനെ അവർ ശപിച്ചുകൊണ്ടിരിക്കും. ഓരോ ടീമായിട്ട് നരകത്തിയിൽ ഇങ്ങനെ വരുമ്പോ അവിടെ ഉള്ളോലെ വരുന്നോ ശപിക്കും, വരുന്നോനെ അവിടെ ഉള്ളോനും ശപിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവര് പറയും, ആദ്യം വന്നവരോട് അവസാനം വന്നവരെ പറയും, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹൗലായി അദല്ലൂന, ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്, ഫആതിഹിം അദാബൻ ദിഅഫൻ മിനന്നാർ, ഇവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് എന്ന് അവിടെയുള്ള ആദ്യം വന്ന് നരകത്തിയിൽ വന്ന് കിടക്കുന്ന ടീമിനെ നോക്കിയിട്ട് രണ്ടാമത് നരകത്തിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സംഘം പറയും. അതുകൊണ്ട് ഫആതിഹിം, നീ അവർക്ക് കൊടുക്കണേ, അദാബൻ ദിഅഫൻ മിനന്നാർ, നരകത്തിയിൽ നിന്ന് ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കും. ഇവരാ ഞങ്ങളെ പഴപ്പിച്ചത്, അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കും. അല്ലാഹു പറയും, ലികുല്ലിൻ ദിഅഫുൻ, എല്ലാവർക്കും ഇരട്ടിയുണ്ടടോ, വലാകിൻ ലാ തഅലമൂൻ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നവരല്ല. എല്ലാവർക്കും ഉണ്ട് ഇരട്ടി, ആർക്കും ഇവിടെ മോശമൊന്നുമില്ല എന്ന മറുപടിയാണ് കിട്ടുക. മാത്രല്ല, അപ്പൊ ആദ്യം അവിടെ വീണ് കിടക്കുന്നവരെ കുറിച്ചാണല്ലോ രണ്ടാമത് വന്നവരിങ്ങനെ പറഞ്ഞത്. അവരെ കുറിച്ച് ഇവിടെ ഉള്ളവര് പറയും, അവരോട് പറയും, ഫമാ കാന ലകും അലൈനാ മിൻ ഫളൽ, ഞങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു മഹത്വവുമില്ലടോ. ഞങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു മഹത്വമില്ല. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കുക, നിങ്ങൾ വലിയ മുന്തിയവരാ, നിങ്ങൾക്കൊരു മഹത്വമില്ല. അതുകൊണ്ട് ഫദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിച്ചോളൂ, ബിമാ കുൻതും തക്സിബൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ശിക്ഷകൾ അനുഭവിച്ചോളൂ എന്ന് നരകവാസികൾ മറ്റവരെ കുറിച്ച് പറയാം. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുൽ മുഅ്മിൻ 47-48 ആയത്തുകളിൽ കാണാം, وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا نَصِيبًا مِنَ النَّارِ. സൂറത്ത് ഗാഫിറിലെ 47-48 ആയത്തുകൾ. വൈദ് യതഹാജൂന ഫിന്നാർ, നരകത്തിയിൽ വെച്ചിട്ട് സംവാദം നടക്കും. നരകത്തിയിൽ വീണ പാപികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. എന്താ തർക്കം? ഫയഖൂലുല്ലാഫാഉ, അവരുടെ കൂട്ടത്തിലെ ദുർബലന്മാര് പറയും, ലില്ലദീനസ്തക്ബറു, അവരുടെ കൂട്ടത്തിലെ അഹങ്കരിച്ചുകൊണ്ട് നടന്ന പ്രമാണി വർഗത്തെ നോക്കി പറയും. നരകവാസികളിലെ ദുർബലന്മാര് അവരുടെ കൂട്ടത്തിലെ മേലാളന്മാരെ നോക്കിയിട്ട് പറയും, ഇന്നാ കുന്നാ ലക്കും തബാ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് ഫഹൽ അൻതും മുഗ്നൂന അന്നാ, ഞങ്ങൾക്ക് വല്ല വിടുതലും തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ, നസീബം മിനന്നാർ, നരകത്തിയുടെ ശിക്ഷയിൽ നിന്നൊരു ഇളവ് തരാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാ ഞങ്ങൾ ഇവിടെ വന്ന് വീണത്. നേതാക്കന്മാരോട് അനുയായികൾ പറയും, ദുർബലന്മാര് മേലാളന്മാരോട് പറയും. അപ്പൊ അഹങ്കാരികൾ ഇവരോട് പറയും, ഖാലല്ലദീന ഇസ്തക്ബറൂ, അഹങ്കാരികൾ ഇവരോട് പറയും, ഇന്നാ കുല്ലും ഫീഹാ, നമ്മളൊക്കെ ഇതിൽ കിടക്കേണ്ടവരെന്നെയാണ്, നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ ഞങ്ങൾക്ക് പറ്റൂല, എല്ലാവരും ഇവിടെ തന്നെയാണ് നമ്മൾ. ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, നീതിമാനായ റബ്ബ് അവന്റെ അടിമകൾക്കിടയിൽ വിധി പ്രസ്താവിച്ചു പോയി. ഇനി മാറ്റൊന്നും ഉണ്ടാവില്ല. അള്ളാന്റെ നീതിയെ അവരവിടെ അംഗീകരിക്കുക. നരകത്തിയിൽ നമ്മൾ വീണുപോയി, ഇനി നിവൃത്തിയൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് നേതാവ് പറയുന്നത് അണ്ണാക്ക തൊടാതെ വിഴുങ്ങിങ്ങനെ നടക്കുന്ന പാർട്ടി അനുയായികളോടല്ല പറയണം, അവിടെ വെച്ച് പറയും,
പാർട്ടി അനുയായിക്ക് എന്തേ വേണ്ടു? നേതാവ് എന്താണോ പറഞ്ഞത് തലകുലിക്ക് സമ്മതിക്കുക. നോണയായാലും നേരായാലും സിന്ദാബാദ് വിളിക്കാൻ പറഞ്ഞ സിന്ദാബാദ് വിളിക്കുക. കൊല്ല് എന്ന് പറഞ്ഞാൽ പോയി കൊല്ലുക, വെട്ടുക എന്ന് പറഞ്ഞാൽ പോയി വെട്ടുക, കത്തിക്കുക എന്ന് പറഞ്ഞാൽ പോയിട്ട് കത്തിക്കുക. എന്തിനെ ചെയ്തു? നേതാവ് പറഞ്ഞു, അനുയായി അനുസരിച്ചു. ഇന്നാ കുന്നാലക്കും തബാ, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ പിൻപറ്റിയിട്ടാണ് ജീവിച്ചത്. ഒരല്പം ഒന്ന് നരക ശിക്ഷയിൽ നിന്ന് ശമനം തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നേതൃത്വത്തെ അനുസരിക്കണം, നേതൃത്വത്തെ അനുസരിക്കണം. നേതൃത്വം എന്ത് പറഞ്ഞാലും കേൾക്കണം എന്നാ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നേതൃത്വം എന്ത് പറഞ്ഞാലും കേൾക്കണം, നേതൃത്വം എന്ത് തോന്നിയാസം പറഞ്ഞാലും കേൾക്കണം, ഖുർആനെതിരെ ജീവിക്കാൻ പറഞ്ഞാലും കേൾക്കണം, ഹദീസിനെതിരെ ജീവിക്കാൻ പറഞ്ഞാലും കേൾക്കണം, ഹദീസ് നിഷേധിക്കാൻ പറഞ്ഞാലും സ്വീകരിക്കണം. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. ലാ തഅത്തിൽ മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ സൃഷ്ടാവായ റബ്ബിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇസ്ലാം ഏറെ ആദരിക്കാൻ പറഞ്ഞതാ ഉമ്മാനി ഉപ്പാനി. ആ ഉമ്മയുപ്പയും അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത സംഗതി നിന്നോട് നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിച്ചു പോകരുത്. അത്ര ഗൗരവത്തിലാണ് ഇസ്ലാം. പിന്നുണ്ടോ? പ്രസിഡന്റ് പറഞ്ഞാൽ അനുയായി കേൾക്കണം, സെക്രട്ടറി പറഞ്ഞാൽ അനുയായി കേൾക്കണം. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ അത് പറഞ്ഞാൽ അംഗീകരിക്കും, അല്ലെങ്കിലോ തള്ളും. അതല്ലാതെ നേതൃത്വം പറഞ്ഞതൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞാൽ നരകത്തിലെത്തിയാൽ എന്താണ്? അതവിടെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രമാണമേതാണോ, സത്യമേതാണോ അതാണ് പിൻപറ്റേണ്ടത്. അതല്ലാത്തവരൊക്കെ പരസ്പരം ശപിച്ചു പിരിയേണ്ടി വരുന്ന ദുരവസ്ഥയാണ് സംഭവിക്കുന്നത്. ഇനിയും സഹോദരന്മാരെ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന രംഗങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും ലാ മർഹബൻ ബിഹിം ഇന്നഹും സാലുന്നാർ. നരകത്തിൽ ആദ്യമെത്തിയവരോട് അല്ലാഹ് പറയും, നരകത്തിൽ ആദ്യം വന്ന് വീണ ടീമിനോട് അല്ലാഹ് പറയും, എന്താ പറയാ? ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും, ഇതാ നിങ്ങളോടൊപ്പം ഒരു സംഘം തള്ളിക്കയറി വരുന്നു. നരകത്തിയിലുള്ളവരോട് അല്ലാഹ് പറയും, ഒരു സംഘം നിങ്ങളോടൊപ്പം ഇതാ തള്ളിക്കയറി വരുന്നു. ഇന്നഹും സാലുന്നാർ, അതേ ആ സംഘം നരകത്തിയിലേക്ക് വരാനുള്ളവരാണ്. അന്നേരം അവരെ നോക്കിയിട്ട് ഇവിടെയുള്ളവർ പറയും, ലാ മർഹബൻ ബിഹിം, അവർക്ക് സ്വാഗതമല്ല, അവർക്ക് സ്വാഗതമില്ല. അപ്പൊ വന്നോരിവരോട് പറയും, ബല്ലൻതും ലാ മർഹബൻ ബികും, നിങ്ങൾക്കാണ് സ്വാഗതമില്ലാത്തത്, നിങ്ങളാണ് വൃത്തികെട്ടവർ, നിങ്ങളാണ് അവഗണിക്കപ്പെട്ടവർ. അൻതും ഖദ്ദംതുമൂഹു ലനാ, നിങ്ങളാണ് ഞങ്ങൾക്കിത് വരുത്തി വെച്ചത്. ഫബിഇസൽ ഖറാർ, നമുക്കുള്ള സങ്കേതം എത്ര ചീത്തയാകുന്നു. എന്നിട്ട് അവർ റബ്ബിനോട് പറയും, റബ്ബനാ, ഖാലു, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മൻ ഖദ്ദമ ലനാ ഹാദാ, ഞങ്ങൾക്കിത് വരുത്തി വെച്ചതാരോ, ഫസിദൂനി, അവന് വർദ്ധിപ്പിച്ചു കൊടുക്കണേ, അദാബൻ ദുഫൻ ഫിന്നാർ, നരകത്തിയുടെ ശിക്ഷ ഇരട്ടിക്കിരട്ടിയായിട്ട് അയാൾക്ക് കൊടുക്കണേ. ഇങ്ങനെ പരസ്പരം നേതാവും അനുയായികളും പ്രമാണികളും ദുർബലരും ഒക്കെ പരസ്പരം ഇവിടെ വലിയ ക്ലോസ് ഫ്രണ്ട്സും വലിയ കൂട്ടും വലിയ ഗ്രൂപ്പൊക്കെ ആയി നടന്നിരുന്നവര് അവിടെ എത്തുമ്പോ പരസ്പരം കടിച്ച് കീറി ശപിച്ച് പിരിയുന്ന നരകത്തിൽ അതും ഒരു ശിക്ഷ, അതും ഒരു ശിക്ഷ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വൈരം, പകയും വിദ്വേഷവും. മാത്രമല്ല, നരകത്തിയിലെത്തിയപ്പോൾ അവിശ്വാസികൾ ഇങ്ങനെ തെരയാണ്. ആരെ? ഇവരൊക്കെ വലിയ മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളെ അവർ പരിഹസിച്ചിരുന്നു, മോമിനീങ്ങളെ. ആ മോമിനീങ്ങളെ അവരെ നരകത്തിയിൽ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഖാലു, അവര് പറയും, മാലനാ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ലാനറാ, ഞങ്ങളെ കാണുന്നില്ലല്ലോ, റിജാലൻ, ചില ആളുകളെ, കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, ഞങ്ങൾ അവരെ ദുഷിച്ചവരായിട്ടാണ് എണ്ണിയിരുന്നത്. ഞങ്ങൾ ദുഷിച്ചവരാന്ന് പറഞ്ഞിരുന്നവരൊന്നും ഇവിടെ നരകത്തിൽ കാണുന്നില്ലല്ലോ. ഇവിടെ പോയവരൊക്കെ ഇവർക്ക് വല്ലാത്തൊരു നിരാശ, വെച്ചോരാണ്, വളരെ മോശാണെന്ന് പറഞ്ഞിട്ട് തള്ളിയിരുന്നു മോമിനീങ്ങളെ കുറെ. അവരൊക്കെ ഇവരെ കൂടെ നരകത്തിലുണ്ടാവുന്ന വിചാരിച്ചത്. അവര് നോക്കുമ്പോ കാണുന്നില്ല. എന്നിട്ട് അവര് പരസ്പരം പറയാ, അത്തഖദനാഹും സിഖ്രിയാ, നമ്മളവരെ വെറുതെ പരിഹസിച്ചതായിരുന്നുവോ? അംസാഖത്ത് അൻഹുൽ അബ്സാർ, അതോ നരകത്തിൽ അവരെ നമുക്ക് കാണാതെ നമ്മുടെ കണ്ണ് തെറ്റിപ്പോയതാണോ? എന്നിങ്ങനെ പറഞ്ഞ് അവര് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവര് പഴിച്ചോരാന്ന് വിചാരിച്ചവരെ നരകത്തിൽ കാണാഞ്ഞിട്ടുള്ള ഒരു വിഷമം. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇന്ന ദാലിക ലഹഖുൻ തഖാസുമു അഹ്ലിന്നാർ, തീർച്ചയായിട്ടും അത് നരകവാസികളുടെ തർക്കം, അവര് തർക്കിച്ചുകൊണ്ടേയിരിക്കും.
നരകത്തീയിൽ ലഭിക്കുന്ന വേറൊരു ശിക്ഷയാണത്. തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇവർ ഈ കളിയാക്കിയിരുന്ന ആളുകൾ ഇപ്പൊ എവിടെ ഉള്ളത്? ഈ ശത്രുക്കൾ അല്ലാഹുവിന്റെ മോമിനീങ്ങളെ കളിയാക്കിയിരുന്നല്ലോ. ആ മോമിനീങ്ങൾ ഇപ്പൊ എവിടെയാ എത്തിയിട്ടുള്ളത്? അല്ലാഹുവരെ കുറിച്ച് പറയാണ്, ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി, എന്റെ അടിമകളിൽ നിന്നും ഒരു സംഘമുണ്ടായിരുന്നു, യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നവരാണ്. അവര് ദുനിയാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നിരുന്നവരാ. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. എന്റെ അടിമകളിൽ കുറച്ച് ആളുകൾ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങളോട് പൊറുക്കണേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ, നീ അർഹമുർ റാഹിമീനാണല്ലോ, ഖൈറുർ റാഹിമീനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തൗഹീദിൽ അടിയുറച്ച് നിന്ന് സർവലോക പരിപാലകനായ അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിച്ച് തൗഹീദിൽ ഉറച്ചു നിന്നിരുന്ന ആളുകൾ, ആ ആളുകളെ ഫത്തഹറത്തുമൂഹും സിഖിരിയ, നിങ്ങൾ അവരെ പരിഹാസത്തിന് പാത്രമാക്കി ദുനിയാവിൽ വെച്ച്. മുവഹിദീങ്ങളെ നിങ്ങൾ പരിഹസിച്ചു ദുനിയാവിൽ വെച്ച്. ഹത്താ സൗകും ദിക്രി, എന്നെ കുറിച്ചുള്ള ഓർമ്മയില്ലെന്ന് അവർ നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു. അഥവാ അവരെ കളിയാക്കി പരിഹസിച്ച് കുറ്റം പറഞ്ഞു നടന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഓർക്കാൻ നേരം കിട്ടിയില്ല. വകുന്തും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ അവരെ പരിഹസിച്ച് ചിരിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു, ഇന്നത്തെ ദിവസം അവർക്കിതാ ഞാൻ പ്രതിഫലം കൊടുത്തിരിക്കുന്നു. ബിമാ സബറു, അവര് സഹിച്ചത് കാരണത്താൽ. അന്നഹും ഹുമുൽ ഫായിസൂൻ, തീർച്ചയായും അവര് വിജയിച്ചു പോയി. ഇവര് നരകത്തിയിൽ തിരയുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹ് വിജയിപ്പിച്ച് അവരൊക്കെ സ്വർഗത്തിലെപ്പോഴോ എത്തിപ്പോയി. ഇവരിപ്പോഴും എന്നിട്ട് ആ മുഅ്മിനീങ്ങളെ കാണാനല്ലോ, അവരെ കാണാനല്ലോ എന്ന് ഇവിടെ കിടന്ന് ബഹളം കൂട്ടി തർക്കിച്ച് പരസ്പരം കൊല്ലും കൊലയും പിടിയും വലിയും ശാപവും തർക്കവുമായിട്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു രക്ഷയില്ലാന്ന് കാണുമ്പോൾ അവസാനത്തെ ഒരു രംഗം, അത് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ അഅറാഫ്. നരകവാസികൾ അവസാനം സ്വർഗ്ഗക്കാരോട് ചോദിച്ചു നോക്കും, നമ്മളെ കുറെ ബന്ധപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു കരുണ നമ്മളോട് ഇല്ലാതിരിക്കൂല. നമ്മൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോ നമ്മളെ ബന്ധക്കാരും പരിചയക്കാരും ഒക്കെ ഉണ്ടല്ലോ കുറെ അവിടെ, അവരെന്തെങ്കിലുമൊക്കെ നമ്മെ സഹായിക്കാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ അവസാനത്തൊരു ശ്രമം. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അന്നഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹവൻ വലഇബാ وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. സൂറത്തുൽ അഅറാഫ് 50-51 വചനങ്ങൾ. എന്താണ് അവിടെ റബ്ബ് പറയുന്നത്? നരകവാസികൾ വിളിച്ചു ചോദിക്കുകയായി സ്വർഗവാസികളോട്. നരകക്കാരും സ്വർഗക്കാരൊക്കെ ഇടയിലുള്ള മറ അല്ലാണ്ട് നീക്കണം. അപ്പൊ നരകവാസികൾ സ്വർഗത്തിന്റെ സുഖങ്ങളും സൗകര്യവും ഒക്കെ കാണും. അവിടെയുള്ള ആളുകളുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണത്തിന് വേദി ഒരുക്കണല്ലോ. ആ സമയത്ത് നരകവാസികളോട് സ്വർഗവാസികൾ കെഞ്ചി വിളിച്ചു പറയും, ഞങ്ങൾക്കൊരിറ്റു വെള്ളം ഒറ്റിച്ചു തരുമോ? ഒരു തുള്ളി വെള്ളം ഞങ്ങളിലേക്ക് ഒഴുക്കി തരാമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന്, അല്ലാഹ് നിങ്ങൾക്ക് അനുഗ്രഹിച്ചിട്ടുള്ള റിസ്ഖിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് തിരിതരുവോ? ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് വയ്യ, വല്ലതും ഞങ്ങൾക്കൊരൽപ്പം തരുവോ? ഏത് ബന്ധമുള്ളവനാണെങ്കിലും പരിചയക്കാരനാണ് സ്വർഗത്തിൽ അത് കേൾക്കുന്നതെങ്കിലും ഖാലു, അവരുടെ മറുപടി ഇടിത്തീ പോലെ ഇവന്റെ ദുഃഖം കൂട്ടുന്ന മറുപടിയാണ്, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല, കാഫിരീങ്ങൾക്ക് ഇത് രണ്ടും അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, തരാൻ പാടില്ല. നിങ്ങൾക്ക് തരാൻ പാടില്ല, നിങ്ങൾ കാഫിറുകളാണ്. അല്ലാഹ് നിഷിദ്ധമാക്കിയിട്ടുണ്ട്.
എന്നിട്ട് ആ കാഫിറുകൾ, ഈ വെള്ളം തടയപ്പെടുന്ന, റിസ്ക് തടയപ്പെടുന്ന ഈ മഹാപാപികൾ, എന്തായിരുന്നു അവരുടെ ദുർഗുണം? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ആരായിരുന്നു അവർ? അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബാ. അവരുടെ ദീനിനെ അവർ കളിയും വിനോദവും തമാശയുമാക്കിയവരാണ്. അവർക്ക് ദീന് എന്ന് പറഞ്ഞ ഒരു വില ഉണ്ടായിരുന്നില്ല. ദുനിയാവിൽ അവർ ജീവിക്കുമ്പോ ഇസ്ലാമോ ദീനോ നിസ്കാരോ നോമ്പോ ഹജ്ജോ സക്കാത്തോ ഇസ്ലാമിന്റെ നിയമങ്ങളോ അതൊക്കെ ഒരു തമാശ, അതൊക്കെ ഒരു കളി, ഒരു ഗൗരവത്തിൽ അവരെടുത്തില്ല. ആയത്ത് കേട്ടാലും ഹദീസ് കേട്ടാലും ഒക്കെ അവർക്ക് പുച്ഛം, അവർക്ക് പരിഹാസം. അവരുടെ ദീൻ എന്ന് പറഞ്ഞാൽ കളിയും തമാശയായി. വിനോദിക്കുക, കളിക്കുക, പരിഹസിക്കുക, ഇതൊക്കെയായിരുന്നു വിനോദിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതം. എന്തേ കാരണം? ഈ ലോക ജീവിതമാണ് എല്ലാം എന്നവർ വിചാരിച്ചിട്ട് ഈ ലോക ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതാ ഇവർ നരകത്തിൽ വീഴാൻ കാരണം. അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഫൽയൗമ, ഇന്നത്തെ ദിവസം, നൻസാഹും, നാം അവരെ മറന്നു കളയുന്നു. അവരുടെ കാര്യം നമ്മൾ മറക്കുകയാണ്. കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഇന്നത്തെ ദിവസം നമ്മെ കണ്ടുമുട്ടണം എന്ന ഓർമ്മ അവർക്കുണ്ടായില്ലല്ലോ. ഇന്നത്തെ ദിവസത്തെ കണ്ടുമുട്ടലിനെ അവര് മറന്നല്ലോ. അതുപോലെ അവരുടെ കാര്യം നാമും ഇന്ന് മറക്കുകയാണ്. മാത്രമല്ല, വമാ കാനൂ, അവരായിരുന്നത് കാരണത്താലും ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ആയത്തുകളെയൊക്കെ അവർ നിഷേധിക്കുന്നവരുമായിരുന്നു. ഇതാണ് നരകത്തിയിൽ അവർക്ക് കിട്ടുന്ന മറുപടിയും അവരുടേതായ അവസ്ഥയും എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിൽ വളരെ കൃത്യമായി പറയാം. ഒരു രക്ഷയില്ല എന്ന് ബോധ്യായി. ഒരു രക്ഷയും ഇനി നരകത്തിലില്ല. എല്ലാ അർത്ഥത്തിലും അവർ പലരോടും പറഞ്ഞു നോക്കി, അപേക്ഷിച്ചു നോക്കി, കരഞ്ഞു നോക്കി, മുറവിളി കൂട്ടി നോക്കി. രക്ഷയില്ല, നരകത്തിയിൽ രക്ഷയില്ല. ഇനി എന്തെന്റെ മാർഗം എന്നവർ ആലോചിക്കും. അവസാനം അവർക്ക് അങ്ങനെ തോന്നുകയാണ്, നമ്മളെ പഴപ്പിച്ചൊരു ശൈത്താനല്ലേ, അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കുക. മറ്റവർക്ക് ഇങ്ങനെ വലിയ നേതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കാര്യം കിട്ടിയല്ലോ, നമ്മളെ നേതാവല്ലേ, ഒന്ന് പോയി നോക്കുക. ശൈത്താന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു പുറപ്പാട് ശൈത്താൻ അറിയാൻ. ശൈത്താൻ അറിയുമ്പോൾ ശൈത്താൻ അവിടെ വെച്ചൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഞാൻ പഴപ്പിച്ചിട്ടാണ് നിങ്ങളൊക്കെ പഴച്ചത് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അതിനൊരു മറുപടി അവൻ പറയും. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. അല്പം സുദീർഘമായ ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാണ്, വഖാല ശൈത്താൻ, ശൈത്താൻ പറയും. മനുഷ്യരെ മുഴുവൻ പിഴപ്പിച്ച് നരകത്തിയിൽ എത്തിക്കുവോളം പണിയെടുത്ത ശൈത്താൻ നരകത്തിയിൽ വെച്ച് തോളൊഴിയും, ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അവൻ പറയും, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് നരകത്തിയിലെത്തിയ ശൈത്താൻ പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി, അല്ലാഹു നിങ്ങളോട് സത്യമായ കരാറ് ചെയ്തിരുന്നു. വവഅദ്തുകും, ഞാനും നിങ്ങളോട് ചില കരാറ് നടത്തിയിരുന്നു. അല്ലാഹു നിങ്ങളോട് ചില കരാറൊക്കെ പറഞ്ഞിരുന്നു, ഞാനും നിങ്ങളോട് ചില കരാറുകളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഫഖലഫ്തുകും, ഞാൻ ചെയ്ത കരാറ് ഞാൻ ലംഘിക്കുകയാണ്. എനിക്കത് നിർവഹിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്, എന്തും ചെയ്തോ അതൊന്നും സാരല്ല, അവിടെ രക്ഷപ്പെടും, ഉണ്ടാവുന്നില്ലേ പറഞ്ഞത്. എനിക്കത് കരാർ പാലിക്കാൻ കഴിയൂല. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ വിളിച്ചു, ഞാൻ നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിച്ചു, അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. ഫസ്തജബ്തും ലീ, അത് കേട്ടപ്പോഴേക്ക് നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്ത് എന്നെ പിന്തുടർന്നു. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഫലാ തലൂമൂനി, ആകയാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കല്ല. വലൂമൂ അൻഫുസകും,
നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി, എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞപ്പോഴൊക്കെ എന്റെ പിന്നാലെ കൂടാൻ ആരെങ്ങളോട് പറഞ്ഞു? ഇതൊക്കെ പറഞ്ഞ് അവസാനം നരകത്തിൽ കൊണ്ടേ ചാടിച്ചിട്ട് ശൈത്താൻ പറയുന്ന വർത്താനം. ഞാൻ പറഞ്ഞു കേൾക്കാം, നിങ്ങളോട് ആരെ പറഞ്ഞു? ഞാൻ നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ എന്റെ പിന്നാലെ പോന്നിട്ടല്ലേ. എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. അതുകൊണ്ട് വമാ അൻതും ബിമുസ്രിഖിയ മാ അന ബിമുസ്രിഖികും, എനിക്ക് നിങ്ങളെ അല്പം പോലും സഹായിക്കാൻ കഴിയില്ല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെയും അല്പം പോലും സഹായിക്കാനാവില്ല. അതുകൊണ്ട് ഇന്നി കഫർതു, ഞാനിതാ ഇപ്പോൾ നിഷേധിച്ച് തള്ളിക്കളയുന്നു. ബിമാ ശറക്തുമൂനി മിൻ ഖബൽ, മുമ്പ് നിങ്ങൾ എന്നെ അല്ലാഹുവിന് പങ്കു ചേർത്തതിൽ നിന്ന്. നിങ്ങൾ എന്നെ അള്ളാഹിനോട് പങ്കു ചേർത്തില്ലേ, അതിന് ഞാനിതാ ഒഴിഞ്ഞു മാറുന്നു. ശൈത്താനോട് ശിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക ശൈത്താന്റെ കാരണത്താൽ എന്ന് പറഞ്ഞ രണ്ട് നിലക്കുണ്ട്. നേരിട്ട് ശൈത്താനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവര്, ശൈത്താനെ പൂജിക്കുന്നവര്. ഇന്നുകൊണ്ട് ലോകത്ത് പുതിയ രൂപത്തിൽ ഇബാദുശ്ശയാത്തീൻ, ശൈത്താനെ പൂജിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. പണ്ടൊക്കെ കേട്ടുകേൾവിയായിരുന്നു. നമ്മുടെ മെട്രോ സിറ്റികളിൽ കേരളത്തിലും എത്തിയെന്നാ പറഞ്ഞത്. ശൈത്താനെ പൂജിക്കുന്ന കേന്ദ്രങ്ങൾ, ശൈത്താനെ പൂജിക്കുന്ന പ്രത്യേകം കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിലെ മെട്രോ സിറ്റികളിൽ എത്തിക്കഴിഞ്ഞു. അവിടെ എന്താ? ശൈത്താനല്ലാതെ അല്ലല്ലാന്നൊക്കെയാണ് ദിക്റ്. നമ്മളെ ശൈത്താനാണ് ഏറ്റവും വലിയ ദിക്റ്. കൊടുക്കുന്ന പ്രസാദങ്ങൾ എന്താണ്? പിന്നെ മെൻസസ് ബ്ലഡ്, അതൊക്കെ മെൻസസ് ബ്ലഡ്, അത് അതിൽ ഖുർആൻ ഇടുക, അങ്ങനെ പിന്നെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, വ്യഭിചരിക്കുക, കൂട്ടമായ ലഹരി, കൂട്ട സെക്സ്, തുണി ഉരിയ, അതൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ചില ചാനലുകളൊക്കെ അതിന്റെ ചില ഭാഗങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നാരും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അത്രയും സ്വാധീനം അവർക്കുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിലെല്ലാ മതക്കാരും ഉണ്ട് എന്നാണ് നമ്മുടെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ മതക്കാരും ഉണ്ട്. കാരണം എന്താ? സർവതന്ത്ര ഫ്രീ സെക്സ് ആണ് അവിടെ, ലഹരിയാണ് അവിടെ, ശൈത്താനാണ്. പൂജാദ്രവ്യങ്ങൾ എന്തൊക്കെയാണ്? പെണ്ണുങ്ങളുടെ മെൻസസ് ചോര, വൃത്തികെട്ട സാധനങ്ങൾ, മലം, മൂത്രം, ഇതൊക്കെയാണ് പൂജാ വസ്തുക്കൾ. അങ്ങനെ ശൈത്താനെ നേരിട്ട് തന്നെ പൂജിക്കുന്ന ആളുകൾ ലോകത്ത് പണ്ടുണ്ടെന്നുണ്ട്. രണ്ടാമതായി ശൈത്താനെ പൂജിക്കാന്ന് പറഞ്ഞാൽ ശൈത്താന്റെ കൽപ്പന പ്രകാരം മനുഷ്യൻ ഈ ശിർക്കൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് ശിർക്ക് ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അള്ളാഹുവിൽ പങ്കുചേർത്തതിൽ ഞാനിതാ ഒഴിഞ്ഞു മാറുന്നു എന്ന് ശൈത്താൻ പറയുമ്പോ ഞാൻ അതിനൊന്നും ആളല്ല എന്ന് പറഞ്ഞ് ശൈത്താൻ അവിടെ വെച്ച് തോളൊഴിയുന്ന രംഗം അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, നിശ്ചയമായും അക്രമികൾ അവർക്ക് വേദനയേറിയ ശിക്ഷ തന്നെയുണ്ട്. അപ്പൊ ശൈത്താനെ സമീപിച്ചു നോക്കിയിട്ടും കാര്യമൊന്നുമില്ല, ആരും രക്ഷപ്പെടുത്താനില്ല. ശാശ്വതമായ നരകശിക്ഷയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകം അതിഭയാനകമാണ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെയായി പറഞ്ഞു നരകം, അതിന്റെ ശിക്ഷാ രീതികൾ, അതിന്റെ ഗൗരവം എല്ലാം. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ നരകാഗ്നിയിൽ നിന്ന് റബ്ബിനോട് കാവല് ചോദിക്കുമ്പോ നമ്മുടെ മനസ്സുകളിലൂടെ മിന്നി മറയണം. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് പറയണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ. നിരന്തരമായി പ്രിയമുള്ളവരെ ദുആ ചെയ്യുക. നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുന്നതിന്റെ മുമ്പേ നമ്മൾ അത് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നരകത്തിന്റെ ഭീകരതകളൊക്കെ വിശുദ്ധ ഖുർആൻ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള മാർഗങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗം നേടാനുള്ള പവിത്രമായ പാത അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിലെത്താൻ അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഇനി നമുക്ക് സ്വർഗമാണ് വിവരിക്കാനുള്ളത്. ആ സ്വർഗത്തിലേക്കാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് നിർവഹിക്കുന്നത്. എല്ലാം സ്വർഗത്തിലെത്തുവോളം അധ്വാനമുണ്ട്. ആ അധ്വാനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗം ലഭിക്കുന്ന, നരകത്തിയിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നരകാഗ്നിയിലേക്ക് പോകുന്ന എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല നിലക്ക് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.